മരിച്ചു കഴിഞ്ഞാലും ഒരു മുഅ്മിനായ മനുഷ്യനോട് ബാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ തബിഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബാ, ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ മയ്യത്തിന്റെ കൂടെ ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കണമെന്ന നിയ്യത്തോടുകൂടെ ഒരു ജനാസയെ നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ, ഇന്നല്ലെങ്കിൽ നാളെ ഈ പറയുന്ന ഞാനും നിങ്ങൾ ഓരോരുത്തരും ജനാസകളായി മാറാൻ പോകുന്നവരാണ്. ജനാസ എടുത്തോ മയ്യത്തെടുത്തോ എന്ന് ചോദിക്കുന്ന സമയം വരും. മൻ തബിഅ ജനാസത മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ മരണശേഷം ആ ജനാസയെ ഒരാൾ അനുഗമിക്കുകയും ഈമാനൻ വഹ്തിസാബാ വകാന മഅഹാ ഹത്താ യുസല്ലി അലൈഹാ, النار وأدخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. قال صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, മൻ തബിഅ ജനാസത മുസ്ലിമിൻ ഈമാനൻ വഹ്തിസാബൻ വകാന മഅഹാ ഹത്താ യുസല്ലാ അലൈഹാ, ഒരു മുഅ്മിനായ മനുഷ്യൻ വഫാത്തായാൽ ആ വഫാത്തായ മയ്യിത്തിന്റെ കൂടെ, ജനാസയുടെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി കൂടെ പോവുകയും നിസ്കരിക്കുകയും വയുഫറഗ മിൻ ദഫനിഹാ, നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരാതെ ആ മയ്യിത്തിനെ മറവ് ചെയ്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, 3 പിടി മണ്ണ് വാരിയിടുന്നത് വരെ ആ മയ്യത്തിന്റെ കൂടെ നിങ്ങൾ നിന്നാൽ ഫഇന്നഹു യർജിഉ മിനൽ അജ്രി ബിഖീറാതൈൻ, 2 മഹാമലകളോളം വരുന്ന പ്രതിഫലവുമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത്. കുല്ലു ഖീറാത്തിൻ മിസ്ലു ഉഹദിൻ, ഓരോ ഖീറാത്തും ഉഹദ് മലയോളമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ച മയ്യിത്ത് അത് കാണുന്നില്ല. നമ്മൾ മരിച്ചൊരു മയ്യത്തിന് ജനാസയുടെ കൂടെ പോകുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും നിങ്ങളെ കാണുന്നുണ്ടാവില്ല, നിങ്ങൾ വന്നത് അറിയുന്നു പോലുമില്ല. പക്ഷേ നിങ്ങളാ വന്നത് ഈമാനൻ വഹ്തിസാബാ, അള്ളാഹു കൂലി നൽകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. മുഅ്മിനായ ഒരു മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ട കടപ്പാടാണത് എന്ന ബോധ്യത്തോടുകൂടെയാണെങ്കിൽ 2 മഹാമലകളോളം വരുന്ന പ്രതിഫലം ഒരു ജനാസയുടെ കൂടെ പോയാൽ അള്ളാഹു നൽകും. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരും. ചില ആളുകൾക്ക് മയ്യത്ത് മറവ് ചെയ്യുന്നവരെ കാത്തിരിക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സൗകര്യപ്പെടില്ല, അല്ലെങ്കിൽ ക്ഷമ കാണില്ല. അങ്ങനെ നിസ്കാരം മാത്രം നിർവഹിച്ച് തിരിച്ചു പോന്നാൽ അവർക്ക് ഒരു ഖീറാത്ത്. നബിയോട് ചോദിച്ചു, നബി എന്താണ് ഖീറാത്ത് എന്ന് പറഞ്ഞാൽ, ഖാല മിസ്ലു ഉഹദിൻ, ഉഹദ് മലയോളമുള്ള പ്രതിഫലം എന്നാണ് ഇതിനർത്ഥം. ഉഹദ് മലയോളമുള്ള പ്രതിഫലം, ഒരു ഉഹദ് മല. അത്രക്ക് നിസ്കരിച്ച ആൾക്ക് 2 കിട്ടും. ദഫൻ ചെയ്ത മറവ് ചെയ്യുന്ന സമയം വരെ ജനാസയുടെ കൂടെ നിന്നാൽ
ഇത് പുരുഷന്മാർക്ക് സാധിക്കുന്ന വലിയൊരു അമലാണ്. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനത്തിലേക്ക് അവർക്ക് വരൽ ഹറാമാണെന്നാണ് അതിൻ്റെ വിധി, അങ്ങനെയാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല. പക്ഷേ പുരുഷന്മാർ അള്ളാഹുവിൻ്റെ ഈ വലിയ കൂലി നഷ്ടപ്പെടുത്തരുത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു നമുക്ക് അമലുകൾക്ക് മുന്നിട്ട് വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സുദ്ദീഖ് തങ്ങളോട് അന്ന് റസൂലുള്ളാഹി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് സ്വഹാബികളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൻ മിൻകും തബിഅ ജനാസ, ഇന്നത്തെ ദിവസം മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, ഇന്ന് സുന്നത്ത് നോമ്പെടുത്ത ആളാരാണ്? ആരുമില്ല, സുദ്ദീഖ് തങ്ങൾ മാത്രമാണ്. അന യാ റസൂലല്ലാഹ്. മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഒരു ജനാസയുടെ കൂടെ ഇന്ന് അനുഗമിച്ച ആളാരാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? അപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന യാ റസൂലല്ലാഹ്. പിന്നെ ചോദിച്ചു, നിങ്ങളിൽ ആരാണ് സാറ മരീദൻ, ആദ മരീദൻ, ഒരു രോഗിയെ പോയി സന്ദർശിച്ചവരാരാണ്? അന യാ റസൂലല്ലാഹ്. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാൻ നബിയെ. തസദ്ദഖ അലാ മിസ്കീൻ, ഒരു മിസ്കീനായ മനുഷ്യന് ദാനം ചെയ്തവരാരാ? ആരുമില്ല. അന്നത്തെ ദിവസം സിദ്ദീഖ് തങ്ങൾ മാത്രം. ഇത് 4 സിദ്ദീഖ് എന്നവരെന്ത് ചെയ്തിട്ടുണ്ട്? എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഈ 4 ഗുണങ്ങൾ ഒരു മനുഷ്യനിൽ സമ്മേളിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് വലിയൊരു പ്രതിഫലം അതിൻ്റെ കൂടെ കിട്ടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കൂലിയുടെ വിഷയങ്ങൾ ഒരുപാടുണ്ട്. മൻ കാന ലഹു 3 ബനാത്തിൻ ഫസബറ അലൈഹിന്ന, മക്കളില്ലാത്തവരുണ്ടാകും, ദമ്പതിമാർ കല്യാണം കഴിച്ച് മക്കളില്ലാതെ വിഷമിക്കുന്നവർ. അള്ളാഹുർക്ക് കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ. ഇന്ന് നമ്മുടെ സുഹൃത്ത്, ഞാനൊരു വീട്ടിൽ പോയിരുന്നു. ആ വീട്ടിലെ അവരുടെ സഹോദരൻ, അവരുടെ ആർക്കോ മക്കളില്ല എന്ന് പറഞ്ഞു. അള്ളാഹുർക്ക് കൺകുളിർമയുള്ള മക്കൾ അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളില്ല എന്ന് പറയുമ്പോൾ 2 കാര്യം ഞാൻ ചെയ്യാൻ പറയല്. ഒന്ന്, ദാൽഹുദയിൽ തിങ്കളാഴ്ച ദിവസത്തെ യാസീനോദി ദുആയിരക്കുന്ന ദുആയിൽ പോയി കൂടാ. അവിടെ ദുആ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ നിയ്യത്ത് ചെയ്യുക, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ നീ തന്നാൽ ഈ ഇൽമിൻ്റെ സ്ഥാപനത്തിലേക്ക് ഒരു ചാക്ക് പഞ്ചസാര. നമ്മൾ സി ഹൈദുറസ് മുസ്ലിയാർ അറിയാലോ, പുതുപ്പറമ്പുണ്ടായിരുന്ന സി ഹൈദുറസ് മുസ്ലിയാർ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ഉസ്താദുള്ള കാലത്ത് ഉസ്താദ് നിർദ്ദേശിച്ചിരുന്നൊരു കാര്യമാണത്. അങ്ങനെ ഒരു ചാക്ക് പഞ്ചസാര 100 കിലോ ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ നേർച്ചയാക്കുന്നു. അള്ളാഹു എനിക്ക് കുട്ടിയെ തന്നാൽ, കുട്ടിനെ തന്നിട്ട് കൊടുത്താൽ മതി. നിയ്യത്ത് ഇത് പോരാ. ഒരുപാട് ആളുകൾക്ക് അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതൊരു സബബായിരിക്കാം. പിന്നെ രണ്ടാമത്തേത്, ചെറുവാളൂർ ഹൈദുറസ് മുസ്ലിയാർ വഫാത്തായിപ്പോയി. സംസ്ഥയുടെ മുഷാവറ മഹാനായിരുന്നു. ബഹുമാനപ്പെട്ടവർ തൃശ്ശൂർ പാലപ്പള്ളി ദാറുൽ തഖ്വ കോളേജിൻ്റെ അവിടെയാണ് ഉസ്താദിൻ്റെ മഖാമുള്ളത്. അവിടെ ചെന്നിട്ട് ഉസ്താദ് ചെയ്തിരുന്നൊരു ചികിത്സയുണ്ട്. അത് ഉസ്താദിൻ്റെ ഖാദിമ് ഇർഷാദ് വാഫി ഉസ്താദ് അവറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഫലം ഉണ്ടാവുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ചില തീരുമാനങ്ങൾ, ചില അസ്ബാബുകൾ അങ്ങനെയായിരിക്കും. ഈ 2 സ്ഥലത്ത് പോയിട്ട് ഈ തരത്തിലുള്ള ആത്മീയമായ ചികിത്സയും ചെയ്യണം. ഡോക്ടറെ കണ്ടോളൂ, പറ്റുന്ന ചികിത്സകളൊക്കെ ചെയ്തോളൂ. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ അതുകൂടെ ചെയ്താൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു അവർക്കൊക്കെ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കട്ടെ. ഒരുപാട് ആൾക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തൗഫീഖാണ്. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അള്ളാഹു കൺകുളിർമയുള്ള മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പെൺകുട്ടികളുള്ളവർ, ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാകുന്നത് മിൻ യുംനിൽ മർഅ, ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ്. ഒരു പെണ്ണിന്റെ സൗഭാഗ്യമാണ് ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാവാന്ന് പറഞ്ഞാൽ. കാരണം യഹബു ലിമൻ യശാഉ ഇനാഥ, അള്ളാഹു മക്കളെ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇനാഥൻ, ചിലർക്ക് അള്ളാഹു പെൺകുട്ടികളെ കൊടുക്കും എന്ന് പെൺകുട്ടിൻ്റെ കാര്യം ആദ്യം പറഞ്ഞത്. പിന്നെ പറഞ്ഞു ആൺകുട്ടികൾ, പിന്നെ പറഞ്ഞു പെൺകുട്ടികൾ മാത്രം കൊടുക്കും, ചിലർക്ക് ആൺകുട്ടികൾ മാത്രം കൊടുക്കും. ഔ യുസവ്വിജുഹും ദുഖ്റാനം വ ഇനാഥ, ചിലർക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും കൊടുക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ചില രീതികളാണ്. പക്ഷേ പെൺകുട്ടികൾ, മൻ കാന ലഹു 3 ബനാത്തിൻ, പെൺമക്കളെ വളർത്തുന്നത് വലിയൊരു ചാലഞ്ചാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അവർ ഹൈസ്കൂൾ പ്രായമൊക്കെ ആയി കഴിഞ്ഞാൽ, ഒരു +1 +2 ഡിഗ്രിയിലൊക്കെ പോകുന്ന സമയമായാൽ വാപ്പമാർക്കും ഉപ്പമാർക്ക് ബേജാറാണ്, ടെൻഷനാണ്. നമ്മളെ മക്കൾ ആരെങ്കിലും വഴിപഴിപ്പിച്ച് കൊണ്ടുപോകുമോ, കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എവിടെ കൊണ്ടുപോയി വളർത്തും, എങ്ങനെ ഇവരെ പഠിപ്പിക്കും. പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടിയാണ്, പക്ഷെ നമ്മുടെ ക്യാമ്പസുകൾ എന്താണ്, അതിൻ്റെയൊക്കെ അവസ്ഥകൾ വളരെ ഭീതിതമല്ലയോ, പ്രയാസകരമല്ലയോ? അതുകൊണ്ട് മക്കളെ വളർത്തുന്നത് സ്വാഭാവികമായും ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയാൻ, മൻ കാന ലഹു 3 ബനാത്തിൻ ഫസബറ അലൈഹിന്ന, 3 പെൺകുട്ടികൾ ഒരാൾക്കുണ്ടെങ്കിൽ ആ മക്കളെ ക്ഷമയോടുകൂടെ വളർത്തുകയും വഅത്അമഹുന്ന, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും വസഖാഹുന്ന, അവർക്ക് കുടിക്കാൻ കൊടുക്കുകയും വകസാഹുന്ന മിൻ ജിദ്ദതിഹി, തൻ്റെ ഹലാലായ സമ്പത്തിൽ നിന്ന്, മിൻ ജിദ്ദതിഹി, സമ്പത്തിൽ നിന്ന് ആ മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ
കുന്ന ലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ. അന്ത്യനാളിൽ ഈ 3 മക്കളും പിതാവിന് നരകത്തിൽ നിന്ന് തടയാവുന്ന, നരകത്തിൽ നിന്ന് മറയായി വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്വബറ അലൈഹിന്ന, പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞെടുത്ത് നബി തങ്ങൾ പറയുന്നു ഫസ്വബറ അലൈഹിന്ന, ആ പെൺകുട്ടികളുടെ വിഷയത്തിൽ ക്ഷമ പാലിച്ചു അവരെ വളർത്തുക. കാരണം വലിയ പ്രയാസമുള്ള സമയമാണ്. നമ്മുടെ കാലഘട്ടം ആലോചിച്ച് നോക്കൂ. മുമ്പും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. മുമ്പുള്ള പോലെയുള്ള പേടിയല്ല ഇന്നത്തേത് ദാരിദ്ര്യത്തിന്റെ പേടിയല്ല. നമ്മുടെ പേടി നമ്മുടെ മക്കൾ വഴിപിഴച്ചു പോകുമോ എന്ന പേടിയാണ്. പെൺകുട്ടികളെ വളർത്തുന്നത് വലിയ പ്രയാസമുള്ള സമയമാണിപ്പോ. പെൺമക്കൾ അവരാലോചിക്കണം അവരുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും കൽബുകളിലെ ടെൻഷൻ എത്രയാണ് എന്ന്. അതുകൊണ്ട് 3 പെൺമക്കളുള്ള ആളുകൾ സ്വർഗത്തിലേക്ക് പോകാനുള്ള താക്കോല് കയ്യിൽ കിട്ടിയെന്ന് മനസ്സിലാക്കിക്കോളൂ. ആ മക്കളെ വളർത്തിയാൽ കൂലിയാണ്. നരകത്തിൽ നിന്ന് മറയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടൊരു കാര്യം സാന്ദർഭികമായിട്ട് പറയണേ. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞ പെൺകുട്ടികൾ, 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടികൾ, അവർക്ക് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാടുകളിൽ പഠിക്കാനുണ്ട്, സൗകര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ ഇന്ന് രാവിലെ ദാൽഹുദയിൽ കോളേജിൽ പോയിട്ടാണ് വരുന്നത്. അപ്പോഴാണ് ദാൽഹുദയുടെ സിപെറ്റ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്, പൊതുവിദ്യാഭ്യാസ പദ്ധതി. അതിൽ പെൺകുട്ടികൾക്ക് മഹദിയ കോഴ്സിന്റെ 5 വർഷത്തെ കോഴ്സ് നൽകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ 60 സെന്ററുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. മലപ്പുറം ജില്ലയിൽ മാത്രം 31 സെന്ററുണ്ട്. നമുക്ക് വല്ലതും അറിയോ? നമ്മുടെ പെൺമക്കൾക്ക് പഠിക്കാൻ സൗകര്യം 31 കോളേജ് മലപ്പുറം ജില്ലയിലുണ്ട്. 2 കോളേജ് റെസിഡൻഷ്യലാണ്, ബാക്കി ഡേ കോളേജുകളാണ്, പോയി വരാവുന്നതാണ്. ഞാൻ നമ്മുടെ മലപ്പുറം ജില്ല അങ്ങ് പറയാം. കോഴിക്കോട് 8 കോളേജുണ്ട്, കാസർഗോഡ് 8, പാലക്കാട് 7, കണ്ണൂർ 6, കർണാടകയിൽ 1, വയനാട് 3, പിന്നെ തൃശ്ശൂർ, എറണാകുളം, ആലപ്പുഴ ഓരോന്ന്. 31 മലപ്പുറത്താണ്. ഈ പരിപാടി മലപ്പുറത്തായതുകൊണ്ട് എനിക്ക് തോന്നുന്നു മലപ്പുറത്തൊന്ന് പറയട്ടെ. നമ്മുടെ പെൺകുട്ടികൾക്ക് SSLC ഒക്കെ പരീക്ഷ കഴിഞ്ഞിരിക്കില്ലേ? അപ്പം എന്ത് ചെയ്യുക? ആ പരീക്ഷ കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞു. അപ്പോൾ കുട്ടികൾക്ക് പ്ലസ് 1, പ്ലസ് 2, ഡിഗ്രി 3 വർഷം, ഡേ കോളേജ്, പോയിട്ട് തിരിച്ചു വരുന്ന താമസിക്കാത്ത കോളേജുകളാണ് കൂടുതലുള്ളത്. ഒന്ന് പറയാം. ഒന്ന് വേങ്ങരയാണ്, അൽ വർദ വുമൻസ് കോളേജ് വേങ്ങര. പിന്നെ IDN ജൂനിയർ കോളേജ് ഫോർ വിമൻ ചിറമംഗലം സൗത്ത്, ഇവിടെ അടുത്തന്നെയുള്ളത്. അതെ. അൽ അസ്ഹർ ഗേൾസ് അക്കാഡമി ആനങ്ങാടി, ആനങ്ങാടിയുടെ വരപ്പങ്ങാടി അല്ലേ? പിന്നെ അൽ ഫാറൂഖ് അക്കാഡമി തൃപ്പനച്ചി മഞ്ചേരി അടുത്ത്. അൽ ബത്തൂൽ വിമൻസ് കോളേജ് പെങ്ങാട് ഐക്കരപ്പടി. ഫാത്തിമ ഇസ്ലാമിക് വിമൻസ് കോളേജ് മുർക്കനാട്. ഷൈൻ ഗേൾസ് ക്യാമ്പസ് പുല്ലാര. ഖിദ്മ വിമൻസ് അക്കാഡമി ചെമ്മാട്. അൽ മവദ്ദ വിമൻസ് കോളേജ് അയ്യായ റോഡ് കോരാട്. അവിടെ സ്ഥലം അയ്യായ, ഇവിടെ തന്നെ. പഠിച്ചോനെ, ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണ്ടേ? പിന്നെ ചെങ്ങാനിയിലുണ്ട് എൻലൈറ്റൻ ഇസ്ലാമിക് വിമൻസ് കോളേജ് ചെങ്ങാനി. വെന്നിയൂരുണ്ട് അൽവർദ വിമൻസ് കോളേജ് വെന്നിയൂര്. സിദ്ര വിമൻസ് കോളേജ് താനൂര്. ഷിറാസ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ഫോർ ഗേൾസ് പറപ്പൂർ ആലച്ചുള്ളി, അങ്ങനെ സ്ഥലമുണ്ട്. പറപ്പൂർ ആലച്ചുള്ളിയിലാണ് ഇതിൽ ഷിറാസ്. ഉസ്വ വിമൻസ് കോളേജ് പനങ്ങാങ്ങര പെന്തമണ്ണ ഇല്ലേ. അൽവർദ വിമൻസ് കോളേജ് മൂന്നിയൂര്, ചെമ്മാട് മൂന്നിയൂര്. സഹറ വിമൻസ് അക്കാഡമി തിരൂര്. പിന്നെ കോക്കൂരുണ്ട് KNK മെമ്മോറിയൽ വിമൻസ് കോളേജ്. പിന്നെ പടിഞ്ഞാറ്റുമുറിയിലുണ്ട് ഫസ്ഫരി വിമൻസ് അക്കാഡമി. പടപ്പറമ്പുണ്ട് മൗണ്ട് സീന വിമൻസ് കോളേജ്. കോട്ടക്കൽ പുത്തൂരുണ്ട് ഷിറാസ് ഗേൾസ് ക്യാമ്പസ്. വൈലത്തൂരുണ്ട് ബൈത്തുൽ ഹുദ വിമൻസ് കോളേജ്. നെല്ലിക്കുത്ത് മഞ്ചേരിയിലുണ്ട് നജാഹ് അക്കാഡമി ഫോർ ഗേൾസ്. വണ്ടൂരുണ്ട് ഹംദിയ വിമൻസ് കോളേജ്. പിന്നെ അത് ആലപ്പുഴ നീർക്കുന്നം. മലപ്പുറത്ത് തന്നെ വേറെ ഉള്ളത് തെയ്യോട്ടിച്ചിറ പാലക്കാടല്ലേ, തെയ്യോട്ടിച്ചിറ KMIC വിമൻസ് കോളേജ്. പിന്നെ വെളിയങ്കോട് ഇസ്ലാമിക് സെന്റർ വെളിയങ്കോട്. ഹിമായ ഇസ്ലാമിക് വിമൻസ് കോളേജ് അമ്മിനിക്കാട്. പിന്നെ പെരിന്തൽമണ്ണയുണ്ട് ഹരിത ആർട്സ് കോളേജ്. കോട്ടപ്പാടത്തുണ്ട് MIC വിമൻസ് അക്കാഡമി. അത് പിന്നെ പാലക്കാട് ജില്ലയിലാണ് വരുന്നത്. ഏതായിരുന്നാലും ഇത് നമ്മുടെ സംവിധാനം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇത്തരം വേദികൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. ഡേ കോളേജ് എന്നൊക്കെ പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പോയി പഠിച്ചു വരാൻ സൗകര്യം. പിന്നെ അതത് കോളേജുകൾ എൻറോൾമെന്റുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് ഫീസുകൾ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ടി വരും. അത്രയും ഈ ഉമ്മത്തിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 60 സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. 60 സ്ഥാപനങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. അതിൽ 31 മലപ്പുറത്ത് തന്നെ.
അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ഇനി സൗകര്യമില്ലാത്തതുകൊണ്ട് പഠിച്ചവനെ പഠിപ്പിച്ചില്ല എന്ന് പറയരുത്. സൗകര്യങ്ങളുണ്ട്, നമ്മൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നന്മകളുടെ വഴികൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അസ്സലാമു മിൻ അസ്മാഇല്ലാഹ്. അസ്സലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേരാണ്. അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം. ഇസ്മും മിൻ അസ്മാഇല്ലാഹ്. അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ് അസ്സലാം. വലഅഹുല്ലാഹു ഫിൽ അർദി. അല്ലാഹു ആ നാമത്തെ ഭൂമിയിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഫഅഫ്ശൂഹു ബൈനകും. നിങ്ങൾക്കിടയിൽ അതിനെ പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയണം. പരസ്പരം സലാം പറയുക, സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക. വെറുപ്പും വൈരാഗ്യവും വിദ്വേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിക്കലും ഇത് നടക്കുന്നൊരു കാലമാണ്. നമ്മൾ യോജിപ്പിക്കാനാണ് നടക്കുക, നമ്മൾ യോജിപ്പിക്കാനാണ് പരിശ്രമിക്കുക. നമ്മൾ ശ്രമിക്കേണ്ടത് യോജിപ്പിക്കാനാണ്. അസ്സലാമു അലൈക്കും, അള്ളാഹുവിന്റെ രക്ഷയുണ്ടാകട്ടെ എന്ന് ആ ഒരൊറ്റ സലാം അള്ളാഹു സ്വീകരിച്ചാൽ, അള്ളാഹിന്റെ രക്ഷ കിട്ടിയാൽ നമ്മുടെ തലയിൽ നിന്ന് വേണ്ടാത്തതൊക്കെ ഇറങ്ങിപ്പോവും, അല്ലേ? അള്ളാഹിന്റെ രക്ഷ കിട്ടിയാൽ നമ്മുടെ സ്വഭാവം നന്നാവും. അള്ളാഹിന്റെ രക്ഷ കിട്ടിയാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അസ്സലാമു അലൈക്കും എന്ന വാക്കിന്റെ മഹത്വം എത്രയാണ്! അഫ്ശൂഹു ബൈനകും, നിങ്ങൾ സലാം പ്രചരിപ്പിക്കണം. ഫഇന്നർ റജുലൽ മുസ്ലിമ, മുസ്ലിമായ ഒരാൾ ഇദാ മർറ ബിഖൗമിൻ, ഒരാൾ കൂട്ടത്തിന്റെ ഇടയിലൂടെ നടന്നു പോകുമ്പോൾ ഫസല്ലമ അലൈഹിം, അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഫറദ്ദു അലൈഹി, അവർ സലാം മടക്കുകയും ചെയ്താൽ കാന ലഹു അലൈഹിം ഫദ്ലു ദറജ, ഒരു സ്ഥാനം ചൊല്ലിയ ആൾക്ക് കൂടുതലാണ് സലാം മടക്കിയവരെക്കാൾ. കാരണം ബിതദ്കീരിഹി ഇയാഹുമുസ് സലാം, ഇദ്ദേഹല്ലേ അസ്സലാമു അലൈക്കും എന്ന് ഓർമ്മിപ്പിച്ചത്, അതുകൊണ്ട് പറഞ്ഞ ആൾക്ക് സ്ഥാനം കൂടുതലാണ്. ഇനി നിങ്ങൾ ആരോടെങ്കിലും സലാം പറഞ്ഞു, ഫഇല്ലം യറുദ്ദു അലൈഹി, സലാം മടക്കിയില്ല എങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കാനില്ല. അള്ളാന്റെ മലക്കുകൾ സലാം മടക്കും. നബി തങ്ങൾ പറയാൻ, ഫഇല്ലം യറുദ്ദു അലൈഹി, നിങ്ങൾ ഒരാളോട് സലാം പറഞ്ഞിട്ട് അവർ സലാം മടക്കാതിരുന്നാൽ റദ്ദ അലൈഹി മൻ ഹുവ ഖൈറും മിൻഹും വഅത്യബ്, അവരെക്കാളും ഏറ്റവും നല്ലവരായ ആളുകൾ അവനോട് സലാം മടക്കും. അള്ളാഹുവിന്റെ മലക്കുകൾ എന്തിനാ പേടിക്കണത്? ചില ആൾക്കാർ എങ്ങും മിണ്ടാണ്ടിരിക്കും. സലാം മിണ്ടാൻ തന്നെ കഴിയില്ല എന്നുള്ള രീതിയിൽ ഇരുത്തിരിക്കാറുണ്ട്. സലാം അടക്കൂല, എന്നോട് മിണ്ടണ്ടെന്ന് പറഞ്ഞ പോലെ. ഞാൻ പറഞ്ഞില്ല എന്നോട് മിണ്ടണ്ട, അവനെന്താ എന്നോട് മിണ്ടാൻ വരുന്ന? കുട്ടികളെ കളി മാറിയ ചില ആൾക്കാർ. ഇനി ഏതുവരെയും മിണ്ടാണ്ട് നടക്കുക? മയ്യത്ത് കബറിൽ കൊണ്ടുപോയി വെക്കണവരെ ഒന്ന് മിണ്ടണ്ടേ? പുറത്തു കൊടുക്കണ്ടേ? ക്ഷമിച്ചു കൊടുക്കണ്ടേ? പരസ്പരം മാപ്പാക്കി കൊടുക്കണ്ടേയോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിച്ചു തരട്ടെ. പ്രശ്നങ്ങളില്ലാതെ ഒരുമയിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. തെരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന ഒരു സമയമാണത്. കബീർ വാക്കവി ഉസ്താദൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടത് ഈ സമയമാകുമ്പോഴേക്കും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആ വോട്ടിൻ്റെ ദിവസം നാട്ടിലെത്തുന്ന രീതിയിലെങ്കിലും വിദേശയാത്രയൊക്കെ ക്രമീകരിക്കണമെന്ന് വളരെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞത്. എല്ലാവരും ഉംറക്കും വിദേശത്തേക്കും കയറിപ്പോയാൽ ഇവിടെ വോട്ട് ചെയ്യാൻ ആളുകളില്ലാതെ വന്നാൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലെ നമ്മുടെ ഏക ആയുധമാണ് നമ്മുടെ വോട്ട്. അത് നഷ്ടപ്പെടുത്തരുത്. അത് ദീനിയായി ചിന്തിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ ഒരു ബാധ്യതയാണ്. ഈ ഉമ്മത്തിന് നീതിയും ന്യായവും അവകാശവും നേടിയെടുക്കാൻ നമ്മുടെ പ്രതിനിധികൾ വേണം. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരുമയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരുമ വേണം, ഐക്യം വേണം. നമ്മുടെ ഒരു സംവിധാനമുണ്ട്, നമുക്ക് നേതൃത്വം നൽകുന്ന സാദാത്യങ്ങളുടെ ഒരു പന്ഥാവുണ്ട്. നമ്മുടെ ഈ ഉമ്മത്തിന്റെ ഇത്രയും കാലഘട്ടത്തിലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയൊരു സംഘശക്തിയുണ്ട് നമുക്ക്. ആ സംഘശക്തി എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഊന്നി നിൽക്കുന്ന സംഘശക്തിയാണ്. ഏത് നിലക്കും ജനാധിപത്യ സംവിധാനങ്ങളെ വിജയിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾ നമുക്കിടയിലെ വേർതിരിവുകളും ചേരിതിരിവുകളും ഒക്കെ മാറ്റിവെച്ചുകൊണ്ടെങ്കിലും ഇപ്രാവശ്യം അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ വോട്ടവകാശം വിനിയോഗിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഉമ്മത്തിന് അള്ളാഹു ഖൈർ ചെയ്യുന്നവരുടെ കൈകളിലേക്ക് രാജ്യത്തിന്റെ ഭരണം അള്ളാഹു ഏൽപ്പിക്കട്ടെ. വളരെ വേദനയോടുകൂടെയും വിഷമത്തോടുകൂടെയുമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു മതേതര ചിത്രം ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോയാൽ ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത വിധം നമ്മുടെ നാട് എന്നേക്കുമായി അന്ധകാരത്തിലേക്ക് പോയേക്കും. അതുകൊണ്ട് ഈ സന്ദർഭങ്ങളിലെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് വേണം ഈ സമയത്ത് ഈ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എല്ലാവരും ഐക്യത്തിലാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഫഇല്ലം യറുദ്ദു അലൈഹി റദ്ദ അലൈഹി മൻ ഹുവ ഖൈറും മിൻഹും. അതുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സലാം നിങ്ങൾ പറഞ്ഞിട്ട് അവരെ മടക്കുന്നില്ലെങ്കിൽ അവരെക്കാളും ഖൈറായവർ നിങ്ങൾക്ക് വേണ്ടി സലാം മടക്കും. അതാരാണ്? അല്ലാഹുവിന്റെ മലക്കുകളാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മൾ വിരുന്നു പോകുന്നവരാണ്. കുട്ടികളൊക്കെ ചോദിക്കും, അമ്മേന്റെ വീട്ടിൽ പോട്ടെ, മുത്താപ്പാന്റെ വീട്ടിൽ പോവട്ടെ, എളാപ്പാന്റെ വീട്ടിൽ പോവട്ടെ, വിരുന്നു പോകുന്നവരാണ്. മുമ്പൊക്കെ എന്തൊരു കൗതുകായിരുന്നല്ലേ, ഒരു സൗകര്യമില്ലാത്ത വീട്, ആകെ ഒരു റൂം, ഒരു നടുക്കളം, പിന്നെ ഒരു അടുക്കള, ഒരു കോലായി. എന്നാൽ പോലും എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് സന്തോഷത്തോടുകൂടെ ഉണ്ടും ഉറങ്ങിയും കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. മാഷാ അല്ലാഹ്. ഇന്ന് എല്ലാവർക്കും സ്വന്തമായ സംവിധാനങ്ങളായി, ഓരോരുത്തരുടെ വീടുകളിലും സൗകര്യമുണ്ട്. ഈ റൂമോ അത് ഗസ്റ്റിനുള്ള റൂമാന്ന് പറയും. ഒരൊറ്റ ഗസ്റ്റോടെ നിൽക്കാറില്ല എന്നത് അത്ഭുതം. സുബ്ഹാനല്ലാഹ്. അന്നൊന്നും ഗസ്റ്റ് റൂം ഇല്ല, എന്നൊന്ന് ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു. മനസ്സുകൾ തമ്മിൽ അകലുന്ന ഒരു കാലമാണ്. സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കണം. നമ്മുടെ ഒരു ഫ്രണ്ടിനെ കാണാൻ ചെന്നാൽ, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ഒരാളെ കാണാൻ സന്ദർശിക്കാൻ ചെന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇദാ സാറ റജുലുൻ അഖല്ലഹു ഫീ ഖറിയ, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ഒരു സുഹൃത്തിനെ തൊട്ടടുത്ത നാട്ടിൽ ചെന്ന് സന്ദർശിക്കുകയാണെങ്കിൽ ഫർസദല്ലാഹു ലഹു മലക്കൻ അലാ മദ്റജതിഹി, ആ മനുഷ്യൻ പോകുന്ന വഴിക്ക് അല്ലാഹു ഒരു മലക്കിനെ നിശ്ചയിച്ചു. ഒരാൾ പോയ കഥ പറയാൻ വിധങ്ങൾ, സാറ റജുലുൻ അഖല്ലഹു ഫീ ഖറിയ, അടുത്ത ഒരു നാട്ടിലേക്ക് തന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയ ഒരാൾ, അല്ലാഹുവിന്റെ മലക്ക് മനുഷ്യരൂപം പൂണ്ട് അയാളുടെ അരികത്ത് വന്ന് ചോദിച്ചു, ഐന തുരീദ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ പറഞ്ഞു, ഞാൻ ഈ നാട്ടിൽ എന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോവാൻ. ഹല്ലഹു അലൈക മിൻ നിഅമത്തിൻ തറുദ്ദുഹാ, അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തതിന് പകരം ചെയ്യാൻ പോവാണോ? ഖാലല, അല്ലല്ല, ഞാൻ പോകുന്നത് ഇന്നി ഉഹിബ്ബുഹു ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു. ആ ഒരൊറ്റ വിഷയം, പൈസ വാങ്ങിക്കാനോ എന്തെങ്കിലും കടം വാങ്ങിക്കാനോ തന്നതിന് തിരിച്ചു കൊടുക്കാനോ ഒന്നുമല്ല, അല്ലാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇത് പറഞ്ഞപ്പോ ആ മലക്ക് പറഞ്ഞു, ഫഇന്നി റസൂലുള്ളാഹി ഇലൈക, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് നിന്നിലേക്ക് പറഞ്ഞേക്കപ്പെട്ട ആള്. അന്നല്ലാഹ അഹബ്ബക കമാ അഹ്ബബ്തഹു, ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ട പോലെ അല്ലാഹു നിങ്ങളെയും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. കേൾക്കുന്നുണ്ടോ? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബഖിൻ ബഖിൻ ബഖിൻ. ബഖിൻ എന്ന അറബിയിൽ പറയുന്നത് പ്രശംസിക്കുന്ന വാക്കാണ്, സന്തോഷം കൊണ്ട് പറയുന്ന വാക്കാണ്. ലഖംസുൻ മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ, 5 കാര്യങ്ങൾ അല്ലാഹു തആല മീസാനിൽ കനം തൂക്കുന്ന അമലാണ്. 5 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ. 1, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലിക്കോളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തേത് വസുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തേത് വൽഹംദുലില്ലാഹ്. നാലാമത്തേത് അല്ലാഹു അക്ബർ. അഞ്ചാമത്തേത് വൽ വലദു സ്വാലിഹ് യുതവഫാ ലിൽ മർഇൽ മുസ്ലിമി ഫയഹ്തസിബു, ഒരു മുഅ്മിനായ മനുഷ്യന് മക്കൾ മരണപ്പെട്ടു പോകുന്നത്. മക്കൾ മരണപ്പെട്ടു പോയാൽ ലഖംസുൻ മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ, നാളെ തുലാസിൽ കനം തൂങ്ങുന്ന അമലാണ്. മക്കൾ മരണപ്പെടുക മാത്രമല്ല, ഫയഹ്തസിബുഹു, ആ കുഞ്ഞ് മരണപ്പെട്ടതിൽ വേവലാതിപ്പെടാതെ, സങ്കടമുണ്ട്, ഒരു കുഴപ്പമില്ല, ദുഃഖമുണ്ട്, അതിനൊന്നും വിരോധമില്ല. അള്ളാഹുവിനെ പഴിചാരുകയോ അള്ളാഹുവിന്റെ ഖദറിനെയോ ഖളാഇനെയോ ആക്ഷേപിക്കുകയോ ചെയ്യാതെ, അള്ളാഹുവേ നിന്റെ വിധിയിൽ ഞാൻ സമാധാനിക്കുന്നു റബ്ബേ എന്ന് പറയുന്ന മാതാപിതാക്കൾക്ക് നാളെ ഈ മരിച്ചു പോകുന്ന മക്കൾ തുലാസിൽ കനം തൂങ്ങുന്ന അമലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തേത് മരിച്ചു പോകുന്ന മക്കളാണ്. അത് അങ്ങനെ ഒരു വിധി നടന്നാൽ ആ ഭാഗ്യമുണ്ടാകും. പക്ഷേ ബാക്കി 4 ദിക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ 4 ദിക്റിന്റെ പ്രത്യേകത എങ്ങനെയെന്നറിയോ? അത് ആദ്യം, ശേഷം, നടുവിൽ എങ്ങനെ പറഞ്ഞാലും കൂലിയാണ്. നമ്മൾ സാധാരണ പരിചയപ്പെടുന്നത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, പിന്നെ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഇങ്ങനെ 5 കാര്യങ്ങൾ നബി തങ്ങൾ പറഞ്ഞു. 4 ദിക്റും പിന്നെ മക്കൾ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതും മാ അസ്ഖലഹുന്ന ഫിൽ മീസാൻ, തുലാസിൽ ഇത്രമേൽ കനം തൂങ്ങുന്ന വേറെ അമലില്ല. മാ മിൻ അഹദിൻ യൻസുറു മുസ്ലിമൻ ഫീ മൗതിനിൻ യുൻതഖസു ഫീഹി മിൻ അർദിഹി, മുസ്ലിമായ ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുമ്പോൾ, അത് പിച്ചു ചീന്താൻ വേണ്ടി ആളുകൾ നോക്കുമ്പോൾ, ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ, ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ,
ഇല്ലാ നസറഹുല്ലാഹ്. നിങ്ങൾ ആരെങ്കിലും ആ ഒരു മനുഷ്യന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി വാദിക്കുകയോ ആ മനുഷ്യന്റെ അഭിമാനം നിലനിർത്താൻ വേണ്ടി നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടപെടുകയോ ചെയ്യുകയാണെങ്കിൽ, ഒരാളെ നിർത്തിപ്പൊരിക്കാന്നൊക്കെ പറയില്ലേ, ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ആരോപണങ്ങളായിട്ട് വരിക, വെറുതെ ആക്ഷേപങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ആ ഒരു മനുഷ്യന്റെ അഭിമാനം നിലനിർത്താൻ നിങ്ങൾ അവിടെ പ്രതിരോധിക്കുകയാണെങ്കിൽ, പ്രതികരിക്കുകയാണെങ്കിൽ, അല്ലാഹു നിങ്ങളെ സഹായിക്കും. ഫീ മൗതിനിൻ യുഹിബ്ബു ഫീഹാ നുസ്റതഹു. ഒന്ന് സഹായിക്കപ്പെടണമേ എന്ന് നിങ്ങൾ കൊതിക്കുന്ന ഒരു നേരമുണ്ട്, അത് മഹ്ശറയാണ്. അല്ലാഹു നിങ്ങളെ അവിടെ വെച്ച് സഹായിക്കും. ഒരു മുസ്ലിമായ മനുഷ്യൻ ആണായിരുന്നാലും പെണ്ണായിരുന്നാലും അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളൊരു വാക്ക്, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു എഴുത്ത് നിങ്ങളുടെ വകയായി അഭിമാനം സംരക്ഷിക്കാൻ ചെയ്താൽ അല്ലാഹു നിങ്ങളെ സഹായിക്കും. മൻ ദബ്ബ അൻ ഇർദി അഖീഹി ബിൽ ഗൈബ. ആരും കാണാതെ ഒരു മുസ്ലിമായ മനുഷ്യന്റെ അഭാവത്തിൽ, അയാൾ മുമ്പിലില്ല, അയാൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നൊന്നുമില്ല, അയാൾ എവിടെയോ ആണ്, പക്ഷേ അയാൾക്ക് വേണ്ടി നിങ്ങൾ വാദിച്ചു. ആ മനുഷ്യനെ ആരൊക്കെയോ പിച്ചു ചീന്തുമ്പോ, അഭിമാനം തകർത്ത് കളയുമ്പോ, ആ മനുഷ്യനെ അപമാനപ്പെടുത്തുമ്പോ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ല അദ്ദേഹം എന്ന് തിരുത്തി പറയുകയോ ആ മനുഷ്യന് വേണ്ടി നല്ലത് വാദിക്കുകയോ ചെയ്താൽ കാന ഹഖ്ഖൻ അലല്ലാഹ് അൻ യുഅ്തിഖഹു മിനൻ നാർ. അത്തരം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കൽ അല്ലാഹുവിന്റെ ഹഖാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ദിക്റിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുമ്മ അഅ്തിഖ്നാ മിനൻ നാർ. അല്ലാഹുവേ ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. വഅദ്ഖിൽനൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവേ ഞങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. നരകത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പറയുമ്പോ അതിന്റെ ഒരു കാരണം, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും മാനഹാനി സംഭവിക്കുമ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ വാദിക്കലാണ്, അവരുടെ അഭിമാനം സംരക്ഷിക്കലാണ്, അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നത് നിങ്ങൾക്ക് നരകമോചനം കിട്ടാൻ കാരണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ വീണ്ടും പഠിപ്പിക്കുന്നു, ലഖദ് റഅയ്തു റജുലൻ യതഖല്ലബു ഫിൽ ജന്ന. ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിലൂടെ ആസ്വദിച്ച് ആനന്ദിച്ച് നടക്കുന്നത് നബി തങ്ങൾ കണ്ടു. സ്വർഗ്ഗലോകത്ത് സ്വർഗ്ഗത്തിന്റെ ആരാമങ്ങളിൽ ആസ്വദിച്ച് നടക്കുന്ന ഒരാൾ എന്താ ചെയ്ത പണിയെന്നറിയോ? അയാൾ അല്ലാഹുവിന് വേണ്ടി പറഞ്ഞു നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏറെ അയാൾ ചെയ്ത ഒരു പണി, ഫീ ഷജറത്തിൻ ഖതഅഹാ മിൻ ദുഹരി ത്വരീഖ്. ഒരു വഴിയിൽ തടസ്സമായി നിന്നിരുന്ന മരം, കാനത്ത് തുഅ്ദിന്നാസ്, ജനങ്ങൾക്ക് ശരിക്ക് കടന്നു പോകാൻ കഴിയാതെ വഴിയുടെ നടുവിലുണ്ടായിരുന്ന മരം അയാൾ മുറിച്ചു മാറ്റിയതാണ്. കാരണം അതിന്റെ പേരിൽ സ്വർഗ്ഗത്തിൽ അയാൾ ആസ്വദിക്കുന്നുണ്ട്, ആനന്ദിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിയുടെ വിഷയം പറയുമ്പോൾ നമ്മൾ മലയാളികൾ, നമ്മുടെ കേരളത്തിൽ ഈ ഹദീസിന്റെ പ്രസക്തി എത്ര വലുതാണെന്നറിയോ? ഹജ്ജ് ഉംറക്കൊക്കെ പോകും, 2 അടി തന്റെ മതിൽ വിട്ടുകൊടുത്താൽ അവിടെ വണ്ടികൾക്ക് തിരക്കാതെ പോകാൻ പറ്റും, പക്ഷെ ചെയ്യൂല. ഇപ്പുറത്ത് എത്രയോ സെന്റുകൾ, ഏക്കറുകളെല്ലാം കൊടുത്ത മനുഷ്യന്മാർ വരെ റോഡിന്റെ അരികത്ത് നിങ്ങൾ 2 അടി വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന കൂലി എത്ര? സ്വർഗത്തിൽ ആനന്ദിച്ച് തുള്ളിച്ചാടി നടക്കാൻ പറ്റും. ഒരു മനുഷ്യന് സ്വർഗം കിട്ടിയത് എന്തിനാണെന്നറിയോ? മരുഭൂമിയിലെ വഴി, നാഷണൽ ഹൈവേ അല്ലാതെ മരുഭൂമിയിലെ വഴി. ആ വഴിയിൽ ഒരു മരം, അപ്പൊ ആളുകൾ ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞു പോകേണ്ടി വരും, നേരെ പോകാൻ കഴിയില്ല. ആ മരം അവിടെ നിന്ന് മുറിച്ചു മാറ്റി കൊടുത്തു, വഴിയിൽ തടസ്സം നിന്നിരുന്ന മരം. അതിന്റെ പേരിൽ ഒരു മനുഷ്യൻ സ്വർഗത്തിൽ ആനന്ദിച്ചോടിച്ചാടി നടക്കുകയാണ്. യതഖല്ലബു ഫിൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ഇരിക്കാനല്ല, അയാൾ തുള്ളിച്ചാടി നടക്കാൻ. അത്ര വലിയ കൂലി അല്ലാഹു കൊടുത്തത് എന്തിന്? ഒരു തടസ്സം ജനങ്ങൾക്ക് നീക്കി കൊടുത്തതിന്റെ പേരിൽ. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, സെന്റിനും ഭൂമിക്കും വിലക്കുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും ഒരു വഴിയുടെ വക്കീലാണ് നമ്മുടെ അതിര് നിൽക്കുന്നതെങ്കിൽ, ഒരു മൂലയാണ്, ആ മൂലൊന്ന് വളച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു പക്ഷേ 1/2 സെന്റ് ആയിരിക്കും നഷ്ടപ്പെടുന്നുണ്ടാവുക. 1/2 സെന്റ് അള്ളാഹ്ക്ക് വേണ്ടി പടച്ചവനെ വിചാരിച്ച് നിങ്ങളുടെ അരികത്തുകൂടെ പോകുന്ന 100 കണക്കിന് ആളുകൾ, അതിൽ പ്രായമുള്ള രോഗികളുണ്ട്, ഡയാലിസിസിന് പോകുന്നവരുണ്ടാകും, ഹാർട്ട് അറ്റാക്ക് പിടിച്ച് ഓടുന്നവരുണ്ടാകും. ഒരു വണ്ടി വന്നാൽ തിരിക്കാൻ പറ്റൂല, ഒന്ന് ചെരിക്കാൻ പറ്റൂല, അപ്പോഴേക്കും മുട്ടി ഇവിടെ കുത്തി, ഒന്ന് ചെരിയാൻ കഴിയില്ല. ഒരു ബൈക്ക് വന്നാൽ സൈഡെടുക്കാൻ പറ്റൂല. ആരാണ് ഇതൊക്കെ വെച്ച് പൂട്ടി വെക്കുന്നതെന്നറിയോ? അള്ളാഹു ഭൂമി കൊടുത്ത ആളുകൾ, അള്ളാഹു സൗകര്യം ചെയ്തു കൊടുത്ത ആളുകളെ.
ആ മതിൽ വെക്കുന്നത് 2 അടി ഇങ്ങോട്ടുള്ളിലേക്ക് വലിച്ചാൽ, ആ മൂല ഇങ്ങനെ കൂർപ്പിച്ചു നിർത്താതെ ഒന്ന് നേരെയാക്കി കൊടുത്താൽ എത്രയോ മുഅ്മിനീങ്ങളുടെ നല്ല പ്രാർത്ഥന കിട്ടും. നല്ല മനുഷ്യൻ കേട്ടോ, ബുദ്ധിമുട്ടാക്കാതെ പോകാൻ പറ്റിയല്ലോ, എന്തൊരു സൗകര്യം ചെയ്തു കൊടുത്തു. ഇത് മാത്രം നമ്മൾ ചെയ്യൂല. കൊല്ലം മുഴുവൻ ഉംറക്ക് പറക്കും, എല്ലാ കൊല്ലവും ഹജ്ജിന് പോകുന്നുണ്ട്. സ്വന്തം നാട്ടുകാർ, സ്വന്തം അയൽവാസികൾ ഈ മനുഷ്യന്റെ ഒരു 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 പിടിവാശി കൊണ്ട് പ്രയാസത്തിലാണെങ്കിൽ എന്താ മുഅ്മിനെ കാര്യം? ആളുകളുടെ ശാപല്ലേ നമ്മൾ കേൾക്കുന്നത്? അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ചെയ്തു, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചിട്ട് പറയാൻ. നമ്മുടെ നാടുകളിൽ വഴികൾ ഇങ്ങനെ ഇടുക്കി കൊടുത്ത് വഴി തടസ്സമുണ്ടാക്കുന്നത് നീക്കിയാൽ അള്ളാഹിന്റെ റസൂല് പറയാൻ, സ്വർഗത്തിൽ ആനന്ദിച്ച് നടക്കാൻ അവർക്ക് വഴിയാകുമത് ഒരു മരം മുറിച്ചു കൊടുത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ അള്ളാഹു ഈ സൗകര്യം ചെയ്തിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ലഖദ് റഅയ്തു, നബി തങ്ങൾ പറയാൻ, ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട്, റജുലൻ, ഒരാളെ, യതഖല്ലബു ഫിൽ ജന്ന, സ്വർഗത്തിൽ ആനന്ദിച്ച് നടക്കുകയാണ്. അയാൾ ചെയ്ത പണി എന്താണെന്നറിയോ? ഫീ ഷജറത്തിൻ ഖതഅഹാ, ഒരു മരം മുറിച്ചെടുത്തു. അതൊരു പക്ഷേ കൊമ്പ് വെട്ടി കൊടുക്കലാകാം, മതിലൊന്ന് ഉള്ളിലിട്ട് വലിച്ചു കൊടുക്കലാകാം. ആളുകൾ പൈസക്ക് ചോദിച്ചാൽ പോലും കൊടുക്കാത്ത ആൾക്കാരുണ്ട്. വാശി കൊണ്ട് എന്റെ വീട്ടിലേക്ക് ഒരു വഴി സൗകര്യത്തിനാണ് ഒരു 2 സെന്റ് തരുമോ, എനിക്ക് 100 കോടി തന്നാലും ഞാൻ തരൂല എന്ന് പറയുന്ന മനുഷ്യന്മാർ. എന്ത് അഹങ്കാരമാ റബ്ബേ ഇതൊക്കെ! മാന്യമായ ഒരു 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 വില പറയുന്നത് ഒക്കെ വില കൂട്ടിച്ചോദിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി എത്ര തന്നാലും തരൂല എന്ന് വരെ പറയുന്ന ആളുകൾ. ഇതൊക്കെ ദുൽമാണ് മുഅ്മിനെ. എന്നിട്ടൊക്കെ നമ്മൾ മുസ്ലിമിന്റെ പേരും പറഞ്ഞ് നടക്കണോ? ഇതാണോ ഇസ്ലാം എന്ന് പറയുന്നത്? ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ? വഴി സൗകര്യങ്ങൾ അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ് മുഅ്മിനെ. റമളാനിന്റെ പകലിലാണ് നമ്മൾ ഈ പറയുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ, അള്ളാഹു നല്ല കാര്യങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. മർറ റജുലുൻ ബിഗുസ്നി ഷജറത്തിൻ അലാ ദുഹരി ത്വരീഖ്, വഴിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു മരത്തിന്റെ കൊമ്പ്, ആ കൊമ്പിന്റെ അരികത്തുകൂടെ ഒരാൾ നടന്നു പോയപ്പോ ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി ലഉനഹയന്ന ഹാദാ അനിൽ മുസ്ലിമീൻ ലാ യുദീഹിം, ഈ മരത്തിന്റെ കൊമ്പ് ഞാൻ വെട്ടിക്കൊടുക്കാം, വഴിയാത്രക്കാർക്ക് പ്രയാസമുണ്ടാവരുത്, വഴിയാത്രക്കാർക്ക് പ്രയാസമുണ്ടാകരുത്, ഇത് ഞാൻ വെട്ടിക്കൊടുക്കാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ ഒരു കൊമ്പ് വെട്ടിക്കൊടുത്തതിന്റെ പേരിൽ ഫഉദ്ഖിലൽ ജന്ന, അല്ലാഹു സ്വർഗ്ഗം നൽകി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ ഒരു മരം മുറിച്ചെടുത്തു, ഇപ്പൊ പറയും ഒരു കൊമ്പ് മുറിച്ചെടുത്തു, അതും തടസ്സം നിന്നേക്കാം. മൻ റഫഅ ഹജറൻ അൻ ത്വരീഖിൻ കുതിബ ലഹു ഹസന, വഴിയിലെ ഒരു കല്ല് ഒരാൾ എടുത്തു മാറ്റിയാൽ അല്ലാഹു അവർക്ക് ഹസനത്ത് രേഖപ്പെടുത്തും. വമൻ കാനത് ലഹു ഹസന ദഖലൽ ജന്ന, ഒരു ഹസനത്ത് കിട്ടിയാൽ ആ ഹസനത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോവാൻ പറ്റിയേക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ റഫഅ ഹജറൻ അൻ ത്വരീഖിൻ, വഴിയിൽ നിന്നൊരു കല്ല്, ഇപ്പൊ വണ്ടിയൊക്കെ പോകുമ്പോഴേ ഗുഡ്സ് വണ്ടികളോ സാധനങ്ങൾ കയറ്റി പോകുമ്പോൾ ഒരു ഇഷ്ടിക വീണ്ടുണ്ടാവും റോഡിൽ, ഒരു കല്ല് വീണ്ടുണ്ടാവും, ഒരു മരക്കഷ്ണം, ഒരു വിറക് കഷ്ണം വീണ്ടുണ്ടാവും. ബാക്കിലൂടെ വരുന്ന ബൈക്കുകാരൻ, 2 വീലർ അല്ലേ, കാണൂല, ബ്രേക്ക് ഇടാൻ പറ്റിയില്ല എന്ന് വരും, പെട്ടെന്ന് അത് ജമ്പ് ചെയ്ത് ആളുകൾക്ക് ആക്സിഡന്റ് സംഭവിക്കും. നിങ്ങളത് കാണുന്നുണ്ടോ? വാഹനം സൈഡാക്കുക. നിങ്ങൾക്ക് അവിടെ നിർത്താൻ പറ്റുമോ? അപകടം ചെയ്യേണ്ട, റോഡിന്റെ നടുവിൽ നിന്നിട്ട് ജീവൻ കളയൊന്നും വേണ്ട. അതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. സേഫാണോ, സുരക്ഷിതമാണോ, നിങ്ങളുടെ വാഹനം സൈഡാക്കി നിർത്തി ആ കല്ല് നിങ്ങൾ എടുത്തുകൊണ്ടുപോയി ദൂരെ എറിയുന്നത്, ജനങ്ങൾക്ക് തടസ്സമില്ലാതെ നിങ്ങൾ ആ വഴിയിൽ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അള്ളാഹുവിന് അത്രമേൽ ഇഷ്ടമുള്ള അമലാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. ഒരു കുപ്പി കണ്ടു, കുപ്പി വീണു, അത് പൊട്ടി കുപ്പിച്ചില്ലായി കഴിഞ്ഞാൽ ടയറുകൾക്ക് പഞ്ചറാവും, ബുദ്ധിമുട്ടാവും. നിങ്ങളത് എടുത്തു മാറ്റുക. ആരെയും കാത്തിരിക്കേണ്ട, മുനിസിപ്പാലിറ്റിയുടെ ക്ലീനേഴ്സ് വരട്ടെ, കാത്തിരിക്കേണ്ട, നമുക്ക് ചെയ്യാം. ഒരു തടസ്സം നീക്കി കൊടുക്കുന്നത് കൂലിയാണ്. ഒരു കല്ലെടുത്ത് മാറ്റിയാൽ കൂലിയാണ്. യാ അല്ലാഹ്, എത്ര കൂലി കിട്ടുന്ന അമല് നമ്മുടെ കൺമുമ്പിൽ കടന്നു പോകുന്നുണ്ട്. നഷ്ടപ്പെടുത്തരുത്. മൻ റഫഅ ഹജറൻ അൻ ത്വരീഖിൻ കുതിബ ലഹു ഹസന, വഴിയിൽ നിന്ന് അനാവശ്യമായ ഒരു കല്ല് എടുത്തു മാറ്റുന്നത്, കുതിബ ലഹു ഹസന, അല്ലാഹു തആല അവർക്ക് ഒരു നന്മയായത് രേഖപ്പെടുത്തും. വമൻ കാനത് ലഹു ഹസന ദഖലൽ ജന്ന, ഒരു സൽക്കർമ്മം ഉണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. യാത്രയിൽ ഏറ്റവും നല്ല അമല് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കലാണ്.
അള്ളാഹുവിനെ കുറിച്ച് ഓർക്കലാണ്, നല്ലത് കേൾക്കുക. നല്ല വഅലോ കാര്യങ്ങളോ അദ്കാറുകളോ ഖുർആനോ കേൾക്കുന്നത്, നമ്മൾ ചൊല്ലുന്നത്. മാ മിൻ റാകിബിൻ യഖ്ലൂ ഫീ മസീരിഹി ബില്ലാഹി വദിക്രിഹി, യാത്രയിൽ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ ദിക്റുമാണ് നിങ്ങളെ ശുഗലാക്കുന്നതെങ്കിൽ, യാത്രയിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ, ഇല്ലാ കാന റദിഫഹു മലകുൻ, നിങ്ങളുടെ കൂടെ ബൈക്കാണെങ്കിൽ ബൈക്കിൽ ഒരു മലക്ക് നിങ്ങളുടെ കൂടെ, കാറിലാണെങ്കിൽ കാറിൽ, ബസ്സിലാണെങ്കിൽ ബസ്സിൽ, ട്രെയിനിലോ ഫ്ലൈറ്റിലോ ആണെങ്കിൽ അവിടെ അള്ളാഹുവിന്റെ മലക്ക് നിങ്ങളുടെ കൂടെയുണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് മോശപ്പെട്ട പാട്ടുകളോ റോക്ക് മ്യൂസിക്കുകളും റാപ്പ് മ്യൂസിക്കുകളോ ഒക്കെ ഉണ്ട്, അതിലൊന്നുമല്ല ഒരു മുഅ്മിനായ മനുഷ്യന് ഹൃദയത്തിന് സമാധാനം നൽകുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളാണ്. വിശുദ്ധ ഖുർആനിനോളം മധുരമയുള്ള എന്താണ് ലോകത്ത് കേൾക്കാനുള്ളത്? ഖുർആനിന്റെ മനോഹരമായ തിലാവത്തിനേക്കാളും ഏത് പാട്ടാണ് ഖുർആനോട് അടുത്ത് വരിക? എന്താണ് ഖുർആൻ എവിടെ കിടക്കുന്നു? അതവിടെ കിടക്കുന്നു. ഖുർആൻ കൊണ്ട് കിട്ടുന്ന ആനന്ദം എത്രയാണ്! അമേരിക്കക്കാരിയായ ഒരു സിംഗർ ഉണ്ട്, ജെനിഫർ ഗ്രൗട്ട് എന്ന അവരുടെ പേര്. ഇപ്പൊ അടുത്ത് ഇസ്ലാം സ്വീകരിച്ചു. ജെനിഫർ ഗ്രൗട്ട് ഖുർആൻ മനപ്പാടാക്കിക്കൊണ്ടിരിക്കുക, മനോഹരമായ ഖുർആൻ ഓതും. എന്ത് രസമുള്ള ഖുർആൻ! ആ പെണ്ണ് ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഐ ബിക്കേം എ മുസ്ലിം. ഉമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഉമ്മക്കത് ഇഷ്ടമായിരുന്നില്ല. ഉമ്മ പറഞ്ഞു, മോളെ നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി മാറി എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ഇത്ര സങ്കടം ഉണ്ടാവുമായിരുന്നില്ല. പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ വേശ്യ. നീ ഒരു വേശ്യാവൃത്തി വ്യഭിചരിച്ച് നടക്കുന്ന പെണ്ണായി മാറി എന്ന് കേട്ടാൽ എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവുമായിരുന്നില്ല. എനിക്ക് അതിലേറെ ടെൻഷനാണ് നീ മുസ്ലിമായി എന്ന് പറഞ്ഞപ്പോൾ. പക്ഷെ ജെനിഫർ അതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർ ഇസ്ലാം പഠിച്ചു, ഖുർആൻ പഠിച്ചു. ഇന്നിതാ മനോഹരമായിട്ട് ഖുർആൻ ഓതുന്നു. പാട്ടൊക്കെ നിർത്തി സിനിമ ഫീൽഡിൽ നിന്ന് പോന്നു. 20 വർഷമായി മ്യൂസിക് പഠിച്ചു വന്ന പെണ്ണ ജെനിഫർ ഗ്രൗട്ട്. ചെറുപ്പക്കാര്, ഒരു 30-35 വയസ്സിൽ താഴെ പ്രായം ഉണ്ടാവുള്ളൂ. ആ സഹോദരി ഇപ്പൊ അടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞു, അവർ അമേരിക്കയിലെ ഒരു റേഡിയോ, ഇസ്ലാമിക് റേഡിയോക്ക് ചില ഇന്റർവ്യൂ കൊടുത്തപ്പോ വിശുദ്ധ ഖുർആന്റെ പാരായണം ഉമ്മ കേട്ടു. അങ്ങനെ ഉമ്മ മോളെ വിളിച്ചു, മോളെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാടില്ല 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് നീ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പ്രതികരിച്ചിരുന്നൊരു പ്രതികരണം, നീ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ I see a good person in you. You became a better person after your conversion. നീ ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം മോളെ നീ ഒരു നല്ല പെണ്ണായി മാറിയിട്ടുണ്ട് എന്ന് ഉമ്മക്ക് ബോധ്യപ്പെടുന്നുണ്ട്. നിന്നെ കാണുമ്പോൾ നിന്റെ സംസാരത്തിൽ നീ നല്ലവളായി മാറിയിട്ടുണ്ട് മോളെ എന്ന് ഉമ്മ വർഷങ്ങൾക്ക് ശേഷം പിന്നെ പ്രതികരിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ പെൺകുട്ടി ഇപ്പൊ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈജിപ്തിലെ അബ്ദുൽ ബാസിത്ത് അബ്ദുൽ സമദ് റഹ്മഹുല്ലയുടെ ആ ശൈലിയിൽ ഖുർആൻ ഓതും. നല്ല നീണ്ട ശ്വാസം പിടിച്ചിട്ട് മനോഹരമായ ഖുർആൻ പാരായണം. യാ അല്ലാഹ്, ഇത്രത്തോളം മധുരമുള്ളത് എന്താ ഈ ലോകത്തുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഞാൻ പറയാം, കുട്ടികളെ ഹെഡ്ഫോണും വെച്ചിട്ട് വെസ്റ്റേൺ മ്യൂസിക്കും റോക്ക് മ്യൂസിക്കുകളൊക്കെ വെച്ചിട്ട് നമ്മൾ സമയം കളയുന്നതിന് പകരം വിശുദ്ധ ഖുർആനിന്റെ പാരായണം ഒന്ന് കേട്ടുനോക്കൂ. അതിന്റെ മധുരം അതറിയുമ്പോൾ നിങ്ങൾക്കറിയും ഇതിന്റെ വ്യത്യാസം എത്രയാണെന്ന്. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മുടെ യാത്രകളിൽ ദിക്റിലും അള്ളാഹുവിന്റെ സ്മരണയിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയിലും വിശുദ്ധ ഖുർആൻ പാരായണത്തിലുമാണ് നമ്മൾ യാത്ര പോകുന്നതെങ്കിൽ ഇല്ലാ റദിഫഹു മലക്, നമ്മുടെ കൂടെ അള്ളാഹുവിന്റെ മലക്ക് സഹായത്തിനുണ്ടാകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മൻ കലമ ഗൈലൻ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു. ദേഷ്യപ്പെടുന്ന ആളുകൾ ദേഷ്യപ്പെടുമ്പോ പലതും വിളിച്ചു പറയാൻ തോന്നും, ദേഷ്യപ്പെടുമ്പോ പലതും ചെയ്യാൻ തോന്നും, പല കമന്റുകളും ചെയ്യാൻ തോന്നും. മനുഷ്യൻ ദേഷ്യപ്പെടുമ്പോൾ ആ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവമല്ല കാണിക്കുന്നത്. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, മൻ കലമ ഗൈലൻ, ദേഷ്യം ഒരാൾക്ക് കടിച്ചു പിടിക്കാൻ കഴിഞ്ഞാൽ വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദ, ദേഷ്യപ്പെടുമ്പോ എറിയാനും പൊളിക്കാനൊക്കെ പറ്റും, പക്ഷെ അത് ചെയ്യൂല. അങ്ങനെ ഒരാൾ തന്റെ ദേഷ്യം കടിച്ചു പിടിച്ചാൽ, ഇത് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയോടാണ്. ചെറുപ്പക്കാർ ഭയങ്കര ദേഷ്യം കാണിക്കുന്ന കുട്ടികളുണ്ട്. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് നിസ്സാര വിഷയങ്ങൾക്ക് ഭർത്താവുമായി ഉടക്കുണ്ടാക്കി എനിക്ക് ത്വലാഖ് വേണം എന്ന് പറഞ്ഞ് വിവാഹ ജീവിതം അവസാനിപ്പിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാര വിഷയങ്ങൾ പറയാൻ പോലും എനിക്ക് നാണം തോന്നുന്നു. അതിനുവേണ്ടിയൊക്കെ ത്വലാഖ് വേണമെന്ന് ഭർത്താവിനോട് പെൺകുട്ടികൾക്ക് ക്ഷമ വരുന്നില്ല. എല്ലാ പെൺകുട്ടികളെ പറ്റിയല്ല പറയുന്നത്, ക്ഷമയില്ലാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയാതെ വയ്യ.
പെൺമക്കള് ചോദിച്ചത് മുഴുവനും വാങ്ങിച്ചു കൊടുത്തു. ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ അവരെ വിട്ടു, കാശ് കൊടുത്തു. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും അവർക്ക് പരാതിയാണ്, ദേഷ്യമാണ്, അവർക്ക് എറിഞ്ഞു പൊളിക്കണം, എന്ത് സാധനവും അടിച്ചു പൊട്ടിക്കുക. ഇങ്ങനെ ശീലമുള്ള മക്കൾ അച്ചടക്കം, ശിക്ഷയും ശിക്ഷണവും കൊടുത്ത് നമ്മുടെ മക്കളിൽ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ക്ഷമ വേണം. മൻ കലമ ഗൈളൻ, ആർക്കാ ദേഷ്യം വരാത്തത്? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പക്ഷേ ദേഷ്യം കടിച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളായി മാറുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കലമ ഗൈളൻ, നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, ആ ദേഷ്യമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ദേഷ്യത്തിന്റെ പേരിൽ, വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. എന്നാൽ നിങ്ങളത് ചെയ്യാതെ അല്ലാഹുവിന് വേണ്ടി ആ ദേഷ്യവും പകയും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ നാളെ പരലോകത്ത് കോടാനുകോടി മനുഷ്യരുടെ മുമ്പിൽ പ്രത്യേകമായി അല്ലാഹു അവരെ വിളിച്ചു വരുത്തും. അവരാഗ്രഹിക്കുന്ന ഹൂറുൽ ഐനുകളെ വിവാഹം ചെയ്യാൻ അല്ലാഹു അവർ അനുവദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, മാ മിൻ മുസ്ലിമിൻ യസ്റഉ സർഅൻ ഔ യഗ്രിസു ഗർസാ. നിങ്ങൾ കൃഷി ചെയ്യുന്നവരായിരിക്കും. നമ്മൾ വീട്ടിലൊക്കെ ചെടി വെച്ച് പിടിപ്പിക്കും അല്ലേ? വീടാകുമ്പോൾ അതിന് ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യും. നമ്മുടെ വീടുകളിലൊക്കെ ചെടി വെക്കുന്നത് പഴവർഗ്ഗങ്ങൾ. ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം കുറെ ഇൻഹൗസ് ഫാമിംഗ് ഒരുപാട് ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. വീടിന്റെ ടെറസിന്റെ മുകളിൽ കൃഷി, പിന്നെ കുരുമുളക് കൃഷി, പച്ചക്കറി കൃഷികൾ, അല്ലാത്തത് പല വഴിക്കും. ഇതൊക്കെ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് കേൾക്കണം, ഒരു കൂലി കിട്ടാൻ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ചെടി നിങ്ങളുടെ കൈകൊണ്ട് നട്ടുവെച്ചാൽ, മാമിൻ മുസ്ലിമിൻ യസ്റഉ സർഅൻ, നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഒരാളെ പണിക്ക് വിളിച്ചു, അവരെ കൊണ്ട് ചെയ്യിച്ചു. നിങ്ങൾ ഒരു തെങ്ങ് നട്ടുവെച്ചു, ഒരു കവുങ്ങ്, ഒരു ചെടി, ഒരു പൂവ്, അല്ലെങ്കിൽ ഒരു പച്ചക്കറി, എന്തോ ആകട്ടെ, ഒരു കൃഷി നിങ്ങൾ ചെയ്താൽ, ഔ യഗ്രിസു ഗർസൻ, ഒരു ചെറിയ ചെടി നിങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ, ഫയഅകുലു മിൻഹു തയ്റുൻ, അതിന് പഴങ്ങൾ ഉണ്ടെങ്കിൽ പക്ഷികൾ തിന്നുപോകും. ഔ ഇൻസാനുൻ, അല്ലെങ്കിൽ മനുഷ്യർ തിന്നുപോകും. ഔ ബഹീമ, അല്ലെങ്കിൽ വല്ല ജീവികൾക്ക് ഉപകാരപ്പെടും. അങ്ങനെ നിങ്ങൾ ഒരു ചെടിയോ ഒരു പഴവർഗ്ഗത്തിൽപ്പെട്ട ഒരു പഴമുണ്ടാകുന്ന ചെടിയോ മരമോ നിങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ, ഇല്ലാ കാനത് ലഹു ബിഹി സ്വദഖ, ആ പഴവർഗ്ഗങ്ങൾ തിന്നുപോകുന്നത് ഓരോന്നും നിങ്ങൾ ചെയ്ത സ്വദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാൾ നടക്കുകയാണ് എങ്കിൽ പോലും, ഇദാ ഖാമത്തിൽ ഖിയാമ വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ചെടിയുണ്ട്. ഈത്തപ്പനയുടെ ചെറിയ ചെടിക്കാണ് ഫസീല എന്ന് പറയാ. ആ ചെറിയൊരു ചെടി നിങ്ങൾ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോഴാ ഖിയാമത്തിന്റെ ഭീകരമായ ശബ്ദങ്ങൾ കേൾക്കുന്നത് എന്ന് സങ്കല്പിക്കുക. എന്നൊക്കെ പറഞ്ഞ ഭൗമികമായ പ്രപഞ്ച ലോകത്തെ അത്ഭുതങ്ങളും അപകടങ്ങളും സംഭവിക്കുന്നത് കേൾക്കുകയാണ്. നിങ്ങൾ ഇറങ്ങിയത് എന്തിനാണ്? ഒരു ചെടി അവിടെ നട്ടുപിടിപ്പിക്കാനാണ്. ഖിയാമത്താണ് നടക്കുന്നത്. ഇനി ഒരു ദിവസം പോലും ഈ ലോകത്ത് ബാക്കിയില്ല എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ പോലും നിങ്ങൾ ആ ചെടി നട്ടുപിടിപ്പിക്കാൻ നേരമുണ്ടോ? അത് നട്ടുപിടിപ്പിച്ചിട്ട് ഖിയാമത്തിന് ഒരുങ്ങി നിന്നാ മതി. യാ അല്ലാഹ്, ഇതാർക്കാണിനി? ആരാനി ഇവിടെ മനുഷ്യരുണ്ടോ ഈ ലോകത്ത്? ലോകാവസാനം സംഭവിക്കല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കേണ്ട, നിങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇതാ നമ്മുടെ ദീൻ. ഒരു ചെടി, നമ്മൾ ഒരു മരം മുറിച്ചു മാറ്റുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് രണ്ടെണ്ണം നമ്മൾ നട്ടുപിടിപ്പിക്കണം. അള്ളാഹുവിന് ഇഷ്ടമാണ്. അത് സ്കൂളിൽ നിന്നും നഴ്സറിയിൽ നിന്നും ആൾക്കാർ വന്നിട്ട് പറയാൻ നിൽക്കണ്ട, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. കൂലിയുള്ള കാര്യമാണ്. ഒരു ചെടി നടാൻ വേണ്ടി പോകുമ്പോ ഖിയാമത്തിന്റെ ശബ്ദം കേൾക്കുകയാണെങ്കിൽ, ഇനി ഇവിടെ വെക്കട്ടെ എന്ന് പറഞ്ഞ് ചിന്തിക്കരുത്. അവിടെ നട്ടുപിടിപ്പിച്ചിട്ട് ഖിയാമത്തിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അങ്ങനെ നോക്കണേ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വളരെ പ്രസിദ്ധമായ ഹദീസാണിത്. കിസ്റ രാജാവിന്റെ ഒരു ചരിത്രമുണ്ട്. പ്രായമായൊരു മനുഷ്യൻ സൈത്തൂൻ കൃഷി, സൈത്തൂൻ എന്ന് പറഞ്ഞാൽ സൈത്തൂൻ, ഒലീവ്, ഷജറത്ത് മുബാറക. നമ്മുടെ നാട്ടിലൊന്നും കാണുന്നില്ല, ഉണ്ടാകുന്നുണ്ട് സൈത്തൂൻ. പല സാധനങ്ങളും ഇപ്പം ഉണ്ടാക്കാൻ തുടങ്ങി. മാഷാ അല്ലാഹ്. സൈത്തൂൻ എനിക്ക് തോന്നുന്നു ഇച്ചിരി തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് അതുണ്ടാകുന്നത്. മെഡിറ്ററേനിയൻ കടലിന്റെ തീരങ്ങളിൽ, സ്പെയിൻ അടക്കം, നമ്മുടെ ഫലസ്തീൻ, ജോർഡാൻ, തുർക്കിയുടെ ഭാഗങ്ങളിലൊക്കെ ധാരാളം കാണുന്ന ഈ സാധനം അല്ലാഹു ബറക്കത്തുള്ളതാണെന്ന് പറഞ്ഞ ചെടിയാണിത്, സൈത്തൂൻ, ഒലീവ്. ഒലീവിന്റെ ഒരു ചെറിയ ചെടി വലുതായി കായ്ക്കണമെങ്കിൽ 30 കൊല്ലെടുക്കും, 30 വർഷമെടുക്കും ആ ചെറിയ ചെടി ഒന്ന് കായ്ച്ചു വരാൻ. പ്രായമായൊരു ഉപ്പൂപ്പ
സൈത്തൂൻ കൃഷി, അവിടെ ഇങ്ങനെ സൈത്തൂനിന്റെ ചെടി വെച്ച് പിടിപ്പിക്കുന്നത് കണ്ടപ്പോ കിസ്റ ഇബ്നു ഹുർമുസ് എന്ന് പറയുന്ന പേർഷ്യയുടെ പഴയകാലത്തെ ഇറാനിന്റെ ഏറ്റവും വലിയ രാജാവ്, നിബിതങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുള്ള കിസ്റ ഇബ്നു ഹുർമുസ്, അയാൾ ഇങ്ങനെ നാട് ചുറ്റുമ്പോഴാണ് കാണുന്നത്. ഇത് അയാൾ ചോദിച്ചു, വൃദ്ധനായ മനുഷ്യരല്ലേ നിങ്ങളിത് വെട്ടുപിടിച്ച എന്താ കാര്യം? ഇത് വലുതാവുമ്പോഴേക്കും നിങ്ങൾ മരിക്കൂലേ? 30 കൊല്ലം കഴിയേണ്ടത് കായ്ക്കണമെങ്കിൽ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞു, രാജാവേ, നമ്മൾ ഇന്ന് തിന്നുന്ന സൈത്തൂൻ നമ്മുടെ മുൻഗാമികൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കിച്ചു പോയതല്ലേ, അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്കൊന്നത് കിട്ടുമോ? ഇല്ല. അപ്പൊ രാജാവ് ഭയങ്കര അത്ഭുതമായി. അയാൾ ഉടനെ പറഞ്ഞു, സഹ് എന്ന് പറഞ്ഞാൽ അത് രാജാവ് പറഞ്ഞാൽ 1000 ദീനാർ കിട്ടുന്ന 1000 സ്വർണ്ണ നാണയം സമ്മാനം കിട്ടും. രാജാവിന് ഇഷ്ടപ്പെട്ടു എന്നതിന്റെ അർത്ഥം. കൊടുക്ക 1000 ദീനാർ. 1000 ദീനാർ കൊടുത്തു ഈ മനുഷ്യൻ. ആള് പറഞ്ഞു, രാജാവേ, ഇത് വല്ലാത്ത അത്ഭുതമാണല്ലോ. സൈത്തൂൻ കായ്ക്കണമെങ്കിൽ 30 കൊല്ലം എടുക്കും. ഇത് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളൂ, ഇപ്പൊ തന്നെ കായ്ച്ചല്ലോ, 1000 ദീനാറല്ലേ കിട്ടിയത്. അപ്പൊ രാജാവിന് ഭയങ്കര ഇഷ്ടമായി. ഉടനെ പറഞ്ഞു, കൊടുക്ക 1000 എന്ന് പറഞ്ഞു. 2000 ദീനാർ ഇയാളുടെ കയ്യിൽ കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രാജാവേ, സൈത്തൂൻ കൊല്ലത്തിൽ ഒരിക്കലേ കായ്ക്കുള്ളൂ. ഈ സൈത്തൂൻ ഇപ്പൊ 2 തവണ കായ്ച്ചു കഴിഞ്ഞു ഓൾറെഡി. 2 സഹ് നല്ല നേരത്തെ. അപ്പൊ രാജാവ് പറഞ്ഞു, മൂന്നാമത്തേതും കൊടുക്ക 1000 എന്ന് പറഞ്ഞു. പിന്നെ ഇവർ പറഞ്ഞു, വണ്ടി വിട്, ഇനി ഞാൻ ഇവിടെ നിന്നാൽ എന്റെ ഖജനാവിലെ പൈസ തീരും. കാരണം ഇയാൾ അങ്ങനത്തെ വർത്താനായി പറയുന്നത്, ഇത്ര വലിയ ബുദ്ധിയുള്ള വാക്കാണ് ഇയാൾ പറയുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം കുതിര ഓടിച്ചു പോയെന്നാണ്. നമ്മുടെ ശേഷം വരുന്നവർക്ക് വേണ്ടി കരുതി വെക്കുന്നത്, നമ്മുടെ പിൻഗാമികൾക്ക് വേണ്ടി കരുതി വെക്കുന്നത്, ഈ പ്രപഞ്ചത്തെ, പ്രകൃതിയെ, നമ്മുടെ ചുറ്റുപാടുകളെ കാത്തു സൂക്ഷിക്കുന്നത്, ഇതെല്ലാം കൂലിയുള്ള കാര്യം. ഹബീബ നിബിതങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ നന്മകളാണ്, നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്ന് തുടങ്ങുന്ന നന്മകൾ. അതുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ ഒരു ചെടിയെങ്കിലും റമദാൻ നട്ടുപിടിപ്പിക്കും. കൂലിയാണ്, സ്വതക്കയാണ്. ഒരു രോഗിയെങ്കിലും പോയി സന്ദർശിക്കും. ജനാസകളുണ്ടോ? ജനാസയുടെ കൂടെ പോകണം പുരുഷന്മാർ നിർബന്ധമായും. ജമാഅത്ത് നിസ്കാരങ്ങളിലേക്ക് നടന്നുകൊണ്ടുപോവിൻ, വീട്ടിൽ നിന്ന് ഒതു എടുത്തിട്ട്. നമ്മുടെ ജുമുഅകൾ സമാധാനത്തോടെ ശാന്തമായി അതവോടുകൂടെ ജുമുഅക്കിരിക്കുക കൂലിയാണ്. ദാനധർമ്മം ചെയ്യുന്ന കൂലി, കടം കൊടുത്താൽ കിട്ടുന്ന കൂലി, മുസ്ലിമായൊരു മനുഷ്യന്റെ അഭിമാനത്തിന് കേടുവരുമ്പോൾ അതിനെ സംരക്ഷിച്ചാൽ കിട്ടുന്ന കൂലി, ഇങ്ങനെ ചെറുതും വലുതുമായ പ്രതിഫലങ്ങളുടെ എണ്ണം ഒരുപാടുണ്ട്. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും മീസാനിൽ കനം തൂങ്ങുന്ന അമലാണ്. മക്കൾ മരിച്ചു പോകുമ്പോൾ അവർക്ക് വേണ്ടി ക്ഷമിച്ചു നിൽക്കുന്ന മാതാപിതാക്കൾ, ആ മക്കൾ നാളെ കനം തൂങ്ങുന്ന അമലാണ്. തുടങ്ങി ഒരുപിടി ഹബീബിന്റെ ഹദീസുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൽ ഈ റമദാനിൽ ഇനി ബാക്കിയുള്ള ദിനരാവുകൾ വളരെ കുറച്ചേ ഉള്ളൂ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കുവാനും ഈ റമദാൻ ഒരുപാട് നന്മകൾ ചെയ്യാനും തൗഫീഖ് ചെയ്യണേ തമ്പുരാനെ. ഒരുപാട് നന്മകളുടെ അവസരങ്ങൾ ഉണ്ടായപ്പോൾ അതിനുവേണ്ടി സഹായിച്ച ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് ദുആയിരക്കുകയാണ്. നമ്മൾ നൈജീരിയയിൽ നമ്മുടെ സുഹൃത്ത് സയ്യിദ് ഹുദവി, നാദാപുരം ഡോക്ടർ സയ്യിദ് ഹുദവി, അദ്ദേഹം അവിടുത്തെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റിയിലെ അറബിക് വിഭാഗം തലവനാണ്. യോബോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയും നൈജീരിയയിൽ. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാൽഹുദയിൽ ഞാൻ 4ാമത്തെ ബാച്ചിലാണ്, സയ്യിദ് ഹുദവി ഉസ്താദ് 5ാമത്തെ ബാച്ചിലാണ്. ഞങ്ങൾ ഒരു ബാച്ചിന്റെ ഡിഫറൻസേ ഉള്ളൂ. അദ്ദേഹം ഒരുപാട് മസ്ജിദുകൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അവിടെ പണിത് കഴിഞ്ഞു നൈജീരിയയിൽ. നമ്മൾ റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് നൈജീരിയയിലെ ഇഫ്താറിന് വേണ്ടി ഒരു സഹായം ചോദിച്ചിരുന്നു. അവിടെ പട്ടിണി കിടന്ന് ദാരിദ്ര്യം കൊണ്ട് കഷ്ടപ്പെടുന്ന മുസ്ലിമീങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ് അവിടെയുള്ളത്. അവർക്ക് വേണ്ടി ഇഫ്താറിന് കഴിയുന്ന സഹായം ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ വാട്സപ്പ്, ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മുടെ അഡ്മിന്മാരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതിൽ അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ ഖബൂൽ ചെയ്യണേ തമ്പുരാനെ. ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ചെയ്ത ദാനധർമ്മങ്ങൾ അല്ലാഹുവേ, അവരുടെ ഓരോരുത്തരുടെയും ഹിസാബുകളിൽ വലിയ ഖനം തൂങ്ങുന്ന അമലായി നീ മാറ്റിക്കൊടുക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രത്യേകം ദുആയിരക്കുകയാണ്, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ പ്രതിഫലം അവരുടെയൊക്കെ മാതാപിതാക്കളുടെ ഖബറിലേക്ക്, അവരുടെയൊക്കെ ഉഖ്റവിയായ ജീവിതത്തിന് വെളിച്ചമാവാൻ അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. മക്കൾ ചെയ്ത നന്മയായി മാതാപിതാക്കൾക്ക് അത് എത്തിച്ചു കൊടുക്കണമേ തമ്പുരാനെ. മറ്റൊന്ന്, നമ്മുടെ കറിയുന്നൊരു സുഹൃത്തുണ്ട്, കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരിക്കടുത്തുള്ള റിയാസ് എന്ന് പറയുന്ന വളരെ കഷ്ടപ്പാട്, ശരീരത്തിന് വിവിധങ്ങളായ അസുഖങ്ങൾ വന്ന് കഷ്ടപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ. 2 വർഷമായിട്ടുള്ളൂ, ഒരു കുഴപ്പമില്ല, നല്ലൊരു സുമുഖനായ ചെറുപ്പക്കാരനാണ് റിയാസ്. പക്ഷേ ഇപ്പോൾ ഒരു കാല് തളർന്നു, എണീക്കാൻ പറ്റില്ല. ഊരയ്ക്ക് 2 ഹിപ്പിനും പ്രയാസമാണ്. ഓപ്പറേഷൻ എത്രയോ കഴിഞ്ഞു.
കഴിഞ്ഞു, ഹാർട്ടിന് പ്രശ്നമാണ്. 2 പിഞ്ചു മക്കളും ഭാര്യയും ഒരു വാടക വീട്ടിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരൻ ദുബൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. പെട്ടെന്ന് വന്നൊരു അസുഖമാണ്. എന്താണെന്ന് ഡോക്ടർമാർക്കൊന്നും പിടുത്തം കിട്ടുന്നില്ല. വേദന കൊണ്ട് പൊളയുകയാണ്. ഇന്നലെ ഞാൻ സംസാരിച്ചു റിയാസുമായിട്ട്. വേദനയ്ക്ക് പറ്റുന്നില്ല. എത്രയോ ഒരു സ്റ്റിക്കർ ഉണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ കടുത്ത വേദനയുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞു. 1500 റുപ്യത്തിന് വിലയുണ്ട്. അത് വെച്ചു കൊടുത്ത് ഡോക്ടർമാർ വേദന മാറുന്നില്ല, അതെടുത്ത് ഒഴിവാക്കി. ഇഞ്ചക്ഷൻ ചെയ്തിട്ട് വേദന നിൽക്കുന്നില്ല. ക്യാൻസർ ഒന്നുമല്ല, പക്ഷേ ശരീരത്തിൽ മൊത്തത്തിൽ വേദനയും വിഷമമായിട്ട് ചെറുപ്പക്കാരൻ 4 കാലുള്ള വടി പിടിച്ചപ്പോൾ നടക്കുന്നത്. ബാത്റൂമിലേക്ക് പോലും ഒരു കാല് പറ്റപ്പോയി. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ, 35 വയസ്സായിട്ടുള്ളൂ. അള്ളാഹുവേ, അദ്ദേഹത്തിന് ശിഫ കൊടുക്കണേ തമ്പുരാനെ. അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ. റിയാസിന്റെ വേദനയ്ക്ക് ശമനം കൊടുക്കണേ തമ്പുരാനെ. റിയാസിനെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ സഹായിച്ച ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് റിയാസിന്റെ കുടുംബത്തിന് ഒരു ദിവസം പട്ടിണി കിടക്കാതെ പോകാൻ, അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന സഹായം, അവരുടെ നാട്ടിലെ ഖായിദെ മില്ലത്തിൻ ഗ്രൂപ്പിന്റെ നമ്മുടെ പ്രവർത്തകരുണ്ട്, യൂത്ത് ലീഗിന്റെ പ്രവർത്തകരടക്കം, SKSFന്റെ വിഖായ പ്രവർത്തകന്മാരടക്കം ഒരുപാട് ആളുകൾ അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ അവരുടെയൊന്നും സഹായങ്ങളുടെ പരിധിക്കപ്പുറത്താണ് റിയാസിന്റെ പ്രശ്നങ്ങൾ കിടക്കുന്നത്. അള്ളാഹുവെ, സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ അർഹമായ പ്രതിഫലം കൊടുക്കണേ റബ്ബേ. അള്ളാഹു, നീ ചെറുപ്പക്കാരന് ശമനം കൊടുക്കണേ റബ്ബേ. അള്ളാഹു, സഹായിച്ച ആളുകൾക്ക് അവരുടെ കുടുംബത്തിനും അള്ളാഹുവെ ഇത്തരം പ്രയാസപരമായ അസുഖങ്ങൾ ആർക്കും റിയാസിനടക്കം അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുത്ത് നിന്റെ കാവൽ നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മക്കളൊക്കെ നോക്കിയിട്ട് പറയാം, വാപ്പാക്ക് നടക്കാൻ പറ്റൂലല്ലേ. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. സ്വന്തം മക്കള് ഇതുവരെ ഡോക്ടർമാർ അങ്ങനെ മക്കൾക്കൊന്നും പറഞ്ഞിരുന്നില്ല. പക്ഷെ മക്കൾക്ക് തന്നെ അവരറിയത്തക്ക വിധം തന്നെ നടക്കാൻ പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു വന്നപ്പോൾ ആ വേദന മക്കളിങ്ങനെ പറയുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. എത്ര വലിയ അസുഖമാണെങ്കിലും റബ്ബിന് ശിഫ കൊടുക്കാൻ കഴിയും. അള്ളാഹു, നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റബ്ബേ. അത്ഭുതകരമായി ശിഫയാക്കണേ റബ്ബേ. അള്ളാഹു മശ്ഫിഹി യാ റബ്ബ്. അങ്ങനെ എല്ലാ രോഗികൾക്കും അള്ളാഹു ശിഫ നൽകട്ടെ. അമീൻ. നമ്മുടെ സജീവ പ്രവർത്തകന്റെ ഉമ്മ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ്. അള്ളാഹു, നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. മകളുടെയും മകന്റെയും കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ വസിയത്തുണ്ട്. അള്ളാഹുവേ, ഖൈറായ ഇണകൾ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. നമ്മുടെ ഒരു സുഹൃത്തിന്റെ മകൻ ദാറുൽ അസ്ഹർ ഖുർആൻ അക്കാഡമി, അതായത് കൊടുവള്ളിയിലുള്ള ദാറുൽ അസ്ഹർ ഖുർആൻ അക്കാഡമി മാനേജർ സിദ്ദീഖ് ഫൈലി ജാറങ്കണ്ടിയുടെ പിതാവ് അബ്ദുള്ള എന്നിവർ വഫാത്തായിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അല്ലാഹു മർഹമത്ത് ചെയ്യട്ടെ. അല്ലാഹു നീ ഖബർ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഒരു സുഹൃത്തിന്റെ മകൻ അബ്ദുൽ ലത്തീഫ് 37 വയസ്സ് വിദേശത്ത് നിന്നുള്ള ഒരു പരിക്കിൽ ശരീരം തളർന്നു കിടക്കുകയാണ്. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹു, നീ ശിഫ കൊടുക്കണേ തമ്പുരാനെ. മകളുടെ അസുഖം മാറാൻ റബ്ബേ, അമ്മൾക്ക് ശിഫ കൊടുക്കണേ പടച്ചവനെ. ഉമ്മാക്ക് ഉപ്പാക്ക് വേണ്ടി ദുആ ഇറക്കാൻ അവർക്കൊക്കെ നീ മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യണേ റബ്ബേ. കുടുംബത്തിന് വലിയ കടം വന്ന് പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് ഇവിടെ ദുആ വസിയത്തുണ്ട്. അല്ലാഹുവേ, അവരുടെ കടബാധ്യതകളെ അല്ലാഹു നീ കടം വീടാനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഒരു സഹോദരൻ വിദേശത്ത് പോകുന്നതിന് മെഡിക്കൽ ബോഡി ചെക്കപ്പിൽ എക്സ്റേ പ്രശ്നമാണ്, ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അല്ലാഹുവേ, ശാരീരികമായ ഫിറ്റ്നസ് ആ ചെറുപ്പക്കാരന് നൽകണേ തമ്പുരാനെ. അല്ലാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു നീ ശിഫ കൊടുക്കണേ പടച്ചവനെ. ഒരുപാട് രോഗികൾ ദുആ വസിയത്തുണ്ട്. മോന്റെ കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ വസിയത്തുണ്ട്. അല്ലാഹു നീ ഖൈറായ വിവാഹബന്ധം കൊടുക്കണേ തമ്പുരാനെ. ഇപ്പം ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനാ പണിയെന്നാ പറയുന്നത്. ഒരു വിധം കാണാൻ പോലുള്ളതൊക്കെ ബുക്കിടാണെന്നാ പറയുന്നത്. എന്താ ചെയ്യാ? കല്യാണം ആലോചിച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഒരുവിധം കുട്ടികൾക്കൊക്കെ ബന്ധങ്ങളാണ്, അഫെയറാണ്, ഫ്രണ്ട്ഷിപ്പാണ്, ഒരു കല്യാണം ഉറപ്പിച്ച് നടക്കുകയാണ്. വല്ലാത്തൊരു കാലഘട്ടം റബ്ബേ. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബോധവും നല്ല ധാർമ്മിക ചിന്തയും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. വിവാഹിതരാകാൻ പോകുന്ന നമ്മുടെ ആൺമക്കൾക്കും പെൺമക്കൾക്കൊക്കെ അല്ലാഹു യോജിച്ച ഇണകളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പരിപാടി നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തെങ്കിലും അറിയിപ്പുകൾ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ മദ്രസയിൽ ഈ വർഷം പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടിയ ഹഫ്സ ഷറീഫ് ടി നമ്മുടെ മക്കളൊക്കെ അവരുടെ വിദ്യാഭ്യാസം, അവരുടെ പഠനത്തിൽ മികവ് കാണിക്കുന്നവർക്ക് അവാർഡുകൾ കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണെന്ന് അത് എല്ലായിടത്തും വേണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. പന്ത് തട്ടുന്നവർക്കും പിന്നെ വിക്കറ്റ് കിട്ടുന്നവർക്കൊക്കെ ഇഷ്ടം പോലെ പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. പരീക്ഷയ്ക്ക് പഠിച്ചിട്ട് അധ്വാനിച്ച്
ബുദ്ധിയും സമയവും മെമ്മറിയും ഒക്കെ ചെലവഴിച്ച് പഠനത്തിൽ മികവ് കാണിക്കുന്നവരെ അവഗണിക്കുകയും പന്ത് തട്ടുന്നവർക്കൊക്കെ ഭയങ്കര പരിഗണനയും കിട്ടുന്നൊരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ ഇൽമിന്റെ ആളുകളാണ്, ഇഖ്റഇന്റെ ആളുകളാണ്. വായിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഖുർആൻ ആരംഭിച്ചത്. അതുകൊണ്ട് സ്കൂളിലും നമ്മുടെ മദ്രസയിലും മറ്റു പൊതുപരീക്ഷകളിലുമൊക്കെ വിജയം നേടുന്ന മക്കളെ നമ്മുടെ ഏത് പൊതുപരിപാടിയാണെങ്കിലും അവരെ ആദരിച്ചിട്ട് അതിനൊരവസരം നമ്മൾ കൊടുക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയും ഇത് ചെയ്ത നമ്മുടെ കമ്മിറ്റിക്കാരെ അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം എൻ്റെ ഒരു അപേക്ഷ ഉണ്ട്, മദ്രസയിലെ ടോപ്പ് ക്ലാസ് കിട്ടിയ കുട്ടിക്ക് അവാർഡ്, സ്കൂളിൽ കിട്ടിയ കുട്ടിക്ക് അവാർഡ്, ഇതൊക്കെ പറയുമ്പോഴേ ഈ കുട്ടിയെ പഠിപ്പിച്ച ഉസ്താദന്മാരുണ്ടാവും, അവർക്കല്ലേ ഇത് കൊടുക്കേണ്ടത്? അല്ലേ? ആ ഉസ്താദന്മാർക്കല്ലേ നമ്മൾ അവാർഡ് കൊടുക്കേണ്ടത്? കുട്ടികൾ ബർത്ത്ഡേ ആഘോഷിക്കും. ഞാൻ പറയാം, ബർത്ത്ഡേ കുട്ടി പോന്നിട്ടുള്ളൂ, ആ കുട്ടിനെ പ്രസവിച്ച ഉമ്മാക്കല്ലേ സമ്മാനം കൊടുക്കേണ്ടത്? വല്ലതും കൊടുക്കണ്ടെങ്കിൽ, അങ്ങനെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ അത് ഉമ്മാക്കല്ലേ കൊടുക്കേണ്ടത്? ഉമ്മയല്ലേ കഷ്ടപ്പെട്ടത്? എന്ന പോലെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്ന അധ്യാപകരെ, അധ്യാപികമാരെ അവരെ കാണാതെ പോകരുത്. അവരൊക്കെ ഈ ഉമ്മത്തിന്റെ ബാക്ക് ബോണുകളാണ്. നമ്മുടെ മുദരിസുമാർ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സദർ ഉസ്താദും, നമ്മുടെ മദ്രസ ഉസ്താദുമാരും, നമ്മുടെ മുഖ്രിക്കയും ഖത്തീബുമാരും ഉസ്താദുമാരും, ഇവരൊക്കെ ഈ ഉമ്മത്തിന്റെ നട്ടെല്ലുകളാണ്. അവരൊക്കെ നിങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണേ എന്ന് പ്രത്യേകം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമളാനൊക്കെയാണ് വരുന്നത്. ദാനധർമ്മങ്ങളും സ്വതക്കകളൊക്കെ കൊടുക്കുന്ന വലിയ